എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി യുധിഷ്ഠിരൻ കൗരവപക്ഷത്ത് ചെന്ന് ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും ശല്യരെയും മുതലായവരെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതും കൗരവപക്ഷത്തു നിന്നും ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയുടെ ദാസിയിൽ പിറന്ന യുയുത്സു പാണ്ഡവ പക്ഷത്തേക്ക് വരുന്നതും വരെയാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചു. രണ്ട് പക്ഷവും തമ്മിൽ ഏറ്റുമുട്ടി. കൗരവ പക്ഷത്തിന്റെ മുൻപിലായി ഭീഷ്മരും പാണ്ഡവ പക്ഷത്തിന്റെ മുൻപിലായി ഭീമസേനനും കാണപ്പെട്ടു. ആയുധങ്ങളുമായി കൂട്ടിമുട്ടുന്നതിന്റെ ശബ്ദവും ആനകളുടെ ചിഹ്നം വിളിയും കുതിരകളുടെ കുളമ്പടി ശബ്ദവും രഥങ്ങൾ പായുന്നതിന്റെ ശബ്ദവുമെല്ലാം ചേർന്ന് ഭൂമി പ്രകമ്പനം കൊണ്ടു. കാളക്കൂറ്റിനെ പോലെയുള്ള ഭീമസേനന്റെ അലർച്ച കേട്ട് കൗരവ സൈന്യം ആലില പോലെ വിറച്ചു. ആ അലർച്ച ആയിരക്കണക്കിന് കുതിരകളുടെ കുളമ്പടി ശബ്ദങ്ങൾക്കിടയിലും സ്പഷ്ടമായി കേൾക്കുവാൻ പറ്റുന്ന തരത്തിൽ ഭയാനകമായിരുന്നു. യുദ്ധത്തിനായി കൊണ്ടുവന്ന ആനകളും കുതിരകളും ഭീമന്റെ അലർച്ച കേട്ട് ഭയന്ന് മലമൂത്ര വിസർജനം ചെയ്തു. ഗദ വീശി കൗരവ സൈന്യത്തിന് നേരെ വന്ന ഭീമനെ ദുര്യോധനൻ, ദുർമുഖൻ, ദുശാസനൻ, ചിത്രസേനൻ, വികർണൻ, ഭൂരിശ്രവസ് മുതലായ അനേകം യോദ്ധാക്കൾ വളഞ്ഞു. കാർമേഘങ്ങൾ സൂര്യനെ എന്ന കണക്കെ ഈ യോദ്ധാക്കൾ ഭീമനെ വളഞ്ഞ് ആക്രമിക്കുന്നത് കണ്ട് ഉപപാണ്ഡവന്മാരും മഹാരഥനായ അഭിമന്യുവും നകുല സഹദേവന്മാരും ദൃഷ്ടദ്യുമ്നനും ഉടൻ തന്നെ അവിടെ എത്തുകയും ദുര്യോധനനെയും ദുശാസനാദികളെയും തുരത്തുകയും ഭീമനെ സംരക്ഷിക്കുകയും ചെയ്തു. അഗ്രം തീപ്പന്തം പോലെ കത്തുന്ന അനേകായിരം അമ്പുകൾ ആകാശത്ത് നക്ഷത്രങ്ങൾ കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു. പടച്ചട്ടയണിഞ്ഞ ആനകളും കുതിരകളും മനോഹരമായ രഥങ്ങളും വീരന്മാരായ യോദ്ധാക്കളുമെല്ലാം കൂടെ ചേർന്നപ്പോൾ കുരുക്ഷേത്ര ഭൂമി ഒരു ചിത്രം പോലെ മനോഹരമായി കാണപ്പെട്ടു. രണ്ട് മഹാസൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സൂര്യനെ മറയ്ക്കുമാറ് പൊടി പറന്നു. ഇരുപക്ഷവും മുന്നേറിയും പിന്മാറിയും വീണ്ടും മുന്നേറിയും വാശിയോടെ യുദ്ധം ചെയ്തു. ആർക്കും ആരുടെ മേലും മേൽക്കൈ നേടിയെടുക്കുവാൻ പറ്റാത്ത കണക്കെ യുദ്ധം അരങ്ങേറി. പതിയെ യുദ്ധത്തിന്റെ മട്ടുമാറി. എങ്ങനെയും ശത്രുവിനെ തറപറ്റിക്കണമെന്ന വാശിയോടെ കൂടുതൽ വീറോടെ ഇരുപക്ഷത്തെയും വീരന്മാർ യുദ്ധം ചെയ്തു. ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അവയുടെ കഴുത്തിൽ കെട്ടിയ മണികൾ ഉച്ചത്തിൽ മുഴങ്ങി. രണഭൂമിയിൽ പിതാമഹൻ പൂർണ്ണചന്ദ്രന്റെ ശോഭയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പോരാടി. തന്റെ മഹാവില്ല് കുലച്ചുകൊണ്ട് ഭീഷ്മർ അർജുനനോട് യുദ്ധം ചെയ്യുവാനായി അടുത്തു. അർജുനനും എന്തിനും തയ്യാറായി ഗാണ്ഡീവമുയർത്തി പിതാമഹനെ നേരിടുവാനായി തയ്യാറായി. പിതാമഹനും അർജുനനും ഏറ്റുമുട്ടി. ഇതേ സമയം സത്യകി കൃതവർമ്മനെ നേരിട്ടു. രണ്ട് വീരന്മാരും പരസ്പരം മുറിവേൽപ്പിച്ച് യുദ്ധം തുടർന്നു. അഭിമന്യു കോസല രാജാവായ ബൃഹദ്ബലയുമായി യുദ്ധം ചെയ്തു. ബൃഹദ്ബല അഭിമന്യുവിന്റെ രഥത്തിന്റെ കൊടി നശിപ്പിക്കുകയും രഥം തകർക്കുകയും ചെയ്തു. ഇതിൽ കലിപൂണ്ട അഭിമന്യു 9 അമ്പുകൾ തൊടുത്ത് ബൃഹദ്ബലയെ മുറിവേൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കൊടി നശിപ്പിക്കുകയും തേരാളിയെ വധിക്കുകയും ചെയ്തു. അവർ അപ്രകാരം യുദ്ധം തുടർന്നു. ഇതേ സമയം രണഭൂമിയുടെ മറ്റൊരു വശത്ത് ഭീമസേനൻ ദുര്യോധനനുമായി ഏറ്റുമുട്ടി. അവർ പരസ്പരം കൂരമ്പുകൾ എയ്തു. രണ്ടുപേരുടെയും യുദ്ധത്തിലുള്ള പ്രാഗൽഭ്യം കണ്ട് എല്ലാവരും അമ്പരന്നു. ദുശാസനൻ നകുലനുമായാണ് ഏറ്റുമുട്ടിയത്. ദുശാസനൻ മൂർച്ചയേറിയ അമ്പുകളാൽ നകുലനെ മാരകമായി മുറിവേൽപ്പിച്ചു. നകുലൻ ചിരിച്ചുകൊണ്ട് ദുശാസനന്റെ കൊടി മുറിക്കുകയും അവന്റെ വില്ല് തകർക്കുകയും ചെയ്തു. തുടർന്ന് നകുലൻ അമ്പുകൾ എയ്ത് ദുശാസനനെ മുറിവേൽപ്പിച്ചു. ദുശാസനൻ നകുലന്റെ കുതിരകളെ കൊല്ലുകയും കൊടി മുറിച്ചിടുകയും ചെയ്തു. ദുർമുഖൻ സഹദേവനോട് ഏറ്റുമുട്ടി. രണ്ട് വീരന്മാരും ഗംഭീരമായി യുദ്ധം ചെയ്തു. യുധിഷ്ഠിരൻ യുദ്ധം ചെയ്തത് ശല്യരുമായിട്ടായിരുന്നു. ശല്യർ യുധിഷ്ഠിരന്റെ വില്ല് തകർത്തു. കൂടുതൽ ശക്തമായ മറ്റൊരു വില്ലെടുത്ത് യുധിഷ്ഠിരൻ ശല്യരുമായുള്ള ഏറ്റുമുട്ടൽ തുടർന്നു. ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുമായാണ് ഏറ്റുമുട്ടിയത്. എന്നാൽ ദ്രോണർ ദൃഷ്ടദ്യുമ്നന്റെ വില്ല് 3 കഷ്ണങ്ങളാക്കുകയും ഭീകരമായ ഒരു അമ്പെയ്ത് അവനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ദൃഷ്ടദ്യുമ്നന്റെ പ്രത്യാക്രമണത്തിൽ ദ്രോണർക്കും പരിക്കേറ്റു. വിരാടിന്റെ മൂത്ത മകനായ ശംഖൻ ഭൂരിശ്രവസിനോടും ചേതി രാജാവായ ദൃഷ്ടകേതു ബഹലികയോടും യുദ്ധം ചെയ്തു. ഭീമസേനന് രാക്ഷസിയായ ഹിഡംബിയിൽ പിറന്ന മഹാശക്തനായ ഘടോത്കചൻ ഏറ്റുമുട്ടിയത് കൗരവ പക്ഷത്തെ രാക്ഷസനായ അലംബുഷനുമായിട്ടാണ്. ഇതേ സമയം ശിഖണ്ഡി അശ്വത്ഥാമാവുമായി ഏറ്റുമുട്ടി. അശ്വത്ഥാമാവിന്റെ അമ്പിനാൽ മുറിവേറ്റ ശിഖണ്ഡി വേദനയാൽ വിറച്ചു. ശിഖണ്ഡിയുടെ പ്രത്യാക്രമണത്തിൽ അശ്വത്ഥാമാവിനും പരിക്കേറ്റു. വിരാടൻ ഭഗദത്തനുമായിട്ടും ദ്രുപദൻ ജയദ്രഥനുമായി യുദ്ധം ചെയ്തു. ശകുനി യുദ്ധം ചെയ്തത് യുധിഷ്ഠിര പുത്രനായ ഉപപാണ്ഡവൻ പ്രതിവിന്ധ്യനുമായിട്ടാണ്. അർജുനന് ഉലൂപിയിൽ പിറന്ന പുത്രനായ ഇരവാൻ യുദ്ധം ചെയ്തത് രാക്ഷസനായ ശ്രുതയുഷനുമായിട്ടാണ്. അങ്ങനെ ആയിരക്കണക്കിന് ഏറ്റുമുട്ടലുകൾ ഒരേ സമയം അരങ്ങേറി. ആദ്യത്തെ കുറച്ചു നേരം യുദ്ധം കാണുവാൻ മനോഹരമായിരുന്നു. യുദ്ധനിയമങ്ങൾ പാലിക്കപ്പെട്ട് അരങ്ങേറുന്ന യുദ്ധത്തിന്റെ ഗതിയും സ്വഭാവവും എന്നാൽ പതിയെ മാറിത്തുടങ്ങി.
യുദ്ധനിയമങ്ങൾ ഓരോന്നായി ലംഘിക്കപ്പെടുവാൻ തുടങ്ങി. ആനപ്പുറത്തുള്ള യോദ്ധാക്കൾ യുദ്ധനിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കാലാൾ പടയെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ആനപ്പുറത്തുള്ള യോദ്ധാക്കളുടെ അമ്പേറ്റ് കാലാൾ ഭടന്മാർ മരിച്ചു വീഴുവാൻ തുടങ്ങി. കുതിരപ്പട കുതിരപ്പടയോടും കാലാൾ കാലാളിനോടും രഥത്തിലുള്ള യോദ്ധാക്കൾ രഥത്തിലുള്ള യോദ്ധാവിനോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്ന അടിസ്ഥാന യുദ്ധ നിയമം തന്നെ ലംഘിക്കപ്പെട്ടു. പതിയെ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധം ഭ്രാന്തന്മാരുടെ ഏറ്റുമുട്ടൽ പോലെയാകുവാൻ തുടങ്ങി. യോദ്ധാക്കൾക്കിടയിൽ നിലനിൽക്കേണ്ട പരസ്പര ബഹുമാനം പതിയെ അപ്രത്യക്ഷമാകുവാൻ തുടങ്ങി. അച്ഛൻ മകനെയോ മകൻ അച്ഛനെയോ സഹോദരൻ സഹോദരനെയോ അമ്മാവൻ മരുമകനെയോ സുഹൃത്ത് സുഹൃത്തിനെയോ ഒന്നും തിരിച്ചറിയാതെ യുദ്ധം ചെയ്യുന്ന അവസ്ഥ വന്നെത്തി. യോദ്ധാക്കൾ സംഘം ചേർന്ന് ഏകനായ യോദ്ധാവിനെ ആക്രമിച്ചു വധിക്കുവാൻ തുടങ്ങി. നിരായുധനായി പരിക്കേറ്റ് വീണ് കിടക്കുന്ന പോരാളികളെ ശത്രുപക്ഷത്തെ ഭടന്മാർ യുദ്ധനിയമങ്ങൾക്ക് വിപരീതമായി വധിക്കുവാൻ തുടങ്ങി. തേരാളികൾ ആക്രമിക്കപ്പെട്ടു. പേടിച്ചു വിരണ്ട് ഓടുന്ന ആനകൾക്ക് അടിയിൽപ്പെട്ട് നിരവധി കാലാൾ ഭടന്മാർ വധിക്കപ്പെട്ടു. ആത്മരക്ഷാർത്ഥം യോദ്ധാക്കൾ തങ്ങൾക്ക് നേരെ വരുന്ന ആനകളെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. ആനകളും കുതിരകളും ചത്തു വീഴുവാൻ തുടങ്ങി. വേദനയാൽ പിടയുന്ന പടയാളികളുടെ ദീനരോദനം പടക്കളത്തിൽ അലയടിച്ചു. കുതിരപ്പുറത്ത് ചീറിപ്പാഞ്ഞു പോകുന്ന യോദ്ധാക്കൾ കണ്ണിൽ കണ്ടവർക്ക് നേരെയെല്ലാം അമ്പെയ്ത് അവരെ വീഴ്ത്തി. ഭയന്നോടുന്ന ആനകളും കുതിരകളും കാലാൾ ഭടന്മാരെ ചവിട്ടിക്കൊന്നു. മാരകമായി മുറിവേറ്റിട്ടും സൈനികർ ഭ്രാന്തമായ ആവേശത്തോടെ യുദ്ധം തുടർന്നു. രഥത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ വീണ് സൈനികർ കൊല്ലപ്പെട്ടു. ഒരിറ്റുതുള്ളി വെള്ളത്തിനായി വീണ് കിടക്കുന്നവർ കരഞ്ഞു. കൈകാലുകൾ മുറിഞ്ഞും തുടയെല്ല് തകർന്നും അനങ്ങാൻ വയ്യാതെ കരഞ്ഞും കിടക്കുന്ന പോരാളികൾ നിലത്ത് കിടക്കുന്ന ഭയാനകമായ ദൃശ്യം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുത്തു. എങ്ങും ചോര വീണ് കിടക്കുന്ന കുരുക്ഷേത്ര ഭൂമി ചുവന്ന സാരിയുടുത്ത ഋതുമതിയായ സ്ത്രീയെ പോലെ കാണപ്പെട്ടു. അച്ഛൻ മകനെ വധിച്ചു, ബന്ധു ബന്ധുവിനെ വധിച്ചു, മരുമകൻ അമ്മാവനെ വധിച്ചു. അപ്രകാരമായിരുന്നു കൗരവ പാണ്ഡവർക്കിടയിലെ ആ യുദ്ധം. ആരും ആരോടും ഒരു ദയയോ ദാക്ഷിണ്യമോ കാണിച്ചില്ല. ഭീഷ്മരുടെ പോരാട്ടം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് പാണ്ഡവ വീരന്മാർ നിന്നു. ഭീഷ്മരുടെ 5 നക്ഷത്രങ്ങളും കരിമ്പനയും ആലേഖനം ചെയ്ത കൊടി മരണത്തിന്റെ സൂചന പോലെ രണഭൂമിയിൽ പാറിക്കളിച്ചു. ദുര്യോധന സഹോദരൻ ദുർമുഖൻ, കൃതവർമ്മൻ, കൃപർ, ശല്യർ മുതലായവർ ഭീഷ്മരുടെ ചുറ്റും നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കി. ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിലേക്ക് ആന കരിമ്പിൻ കാട്ടിലേക്ക് കയറുന്ന കണക്കെ പ്രവേശിച്ചു. ചേതി, കാശി, പാഞ്ചാല തുടങ്ങിയ ദേശങ്ങളിലെ സൈന്യത്തെ ആക്രമിച്ച് ഭീഷ്മർ മുന്നേറി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും മുമ്പ് തന്നെ പാണ്ഡവ യോദ്ധാക്കളുടെ തലയറുത്ത് ഭീഷ്മരുടെ അമ്പുകൾ 4 ദിക്കിലേക്കും പാഞ്ഞു. പാണ്ഡവ സൈന്യം ഭീഷ്മരുടെ സംഹാര താണ്ഡവം കണ്ട് ഭയന്നു. ഭീഷ്മരുടെ ശരവർഷം ഏറ്റുവാങ്ങി ആനകൾ ദയനീയമായ ശബ്ദം പുറപ്പെടുവിച്ച് ചത്തുവീണു. ഭീഷ്മരുടെ മുന്നേറ്റത്തിന് തടയിടുവാനായി അഭിമന്യു പാഞ്ഞെടുത്തു. കർണികാരം ആലേഖനം ചെയ്ത സുവർണ കൊടി അഭിമന്യുവിന്റെ രഥത്തിന് മുകളിലായി പാണ്ഡവ പക്ഷത്തിന്റെ പ്രതീക്ഷയുടെ സൂര്യോദയം പോലെ പാറിക്കളിച്ചു. അഭിമന്യു ഭീഷ്മരുടെ കൊടി കീറുകയും ഭീഷ്മരെയും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കി ചുറ്റും നിന്ന വീരന്മാരെയും ആക്രമിച്ചു. അർജുനപുത്രൻ കൃതവർമ്മനെയും ശല്യരെയും പരിക്കേൽപ്പിക്കുകയും ഭീഷ്മരെ അത്ഭുതപ്പെടുത്തും കണക്കെ അദ്ദേഹത്തിന് നേരെ 9 കൂർത്ത അമ്പുകൾ അയക്കുകയും ചെയ്തു. അഭിമന്യുവിന്റെ ആക്രമണത്തിൽ പിതാമഹന്റെ രഥത്തിന്റെ കൊടി ഒടിഞ്ഞ് നിലം പതിച്ചു. അഭിമന്യു ദുർമുഖന്റെ തേരാളിയെ വധിക്കുകയും കൃപരുടെ വില്ല് ഒടിക്കുകയും ചെയ്തു. ഭീഷ്മരെയും അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ നിന്ന യോദ്ധാക്കളെയും മുറിവേൽപ്പിക്കുവാൻ അഭിമന്യുവിന് സാധിച്ചു. ഇവൻ അർജുനൻ തന്നെയാണോ അതോ അർജുനനേക്കാൾ മികച്ചവനാണോ എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് അത്ഭുതം തോന്നുന്ന കണക്കെ അഭിമന്യു അതിധീരമായി അസാമാന്യ പ്രാഗൽഭ്യത്തോടെ യുദ്ധം ചെയ്തു. ഭീഷ്മരുടെ പ്രത്യാക്രമണത്തിൽ അഭിമന്യുവിന് പരിക്കേൽക്കുകയും അഭിമന്യുവിന്റെ രഥത്തിലെ കൊടി മുറിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. ഭീഷ്മരും കൃതവർമ്മനും കൃപരും ശല്യരും ഒരുമിച്ച് ആക്രമിച്ചെങ്കിലും അഭിമന്യു കുലുങ്ങിയില്ല. അവൻ മൈനാക പർവ്വതം പോലെ അചഞ്ചലനായി നിന്ന് അതിധീരമായി ഈ വീരന്മാരോടെല്ലാം പോരാടി. അവൻ സാധാരണ യോദ്ധാവല്ല, അർജുനപുത്രനാണ്. അവന്റെ അമ്മാവൻ സാക്ഷാൽ കേശവനാണ്. അഭിമന്യു രണഭൂമിയിൽ നിന്നും കൊടുംകാറ്റ് പോലെ ആക്രമണം അഴിച്ചുവിട്ടു. അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ മഹാരഥന്മാർ പോലും കഷ്ടപ്പെട്ടു. ഭീഷ്മർ അയച്ച അമ്പുകൾക്ക് അവനെ സ്പർശിക്കുവാൻ പോലും കഴിഞ്ഞില്ല. അഭിമന്യു ഭീഷ്മരുടെ കൊടി മുറിച്ചിടുന്നത് കണ്ട് പാണ്ഡവ പക്ഷത്തു നിന്നും ആർപ്പുവിളികൾ ഉയർന്നു. ഭീഷ്മരുടെ സ്വർണ്ണ നൂലുകളാൽ തുന്നിയ കരിമ്പന ആലേഖനം ചെയ്ത വലിയ കൊടി ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ട് പാണ്ഡവ പക്ഷത്തെ സൈനികരുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. ആ കാഴ്ച കണ്ട് അഭിമന്യുവിന്റെ പ്രകടനം കണ്ട് അഭിമാനം തോന്നി ഭീമസേനൻ സന്തോഷത്താൽ വലിയ ശബ്ദത്തിൽ അലറി. തന്റെ പേരക്കുട്ടിയുടെ പോരാട്ടം കണ്ട് ഉള്ളിൽ അത്ഭുതവും അഭിമാനവും തോന്നിയെങ്കിലും അവൻ തന്റെ ശത്രുപക്ഷമാണ് എന്ന് ഭീഷ്മർ വേഗം തന്നെ ഓർത്തു. അദ്ദേഹം അഭിമന്യുവിന് നേരെ ഏതോ ദിവ്യാസ്ത്രം പ്രയോഗിച്ചു.
ആ അസ്ത്രത്തിൻ്റെ ശക്തിയിൽ ആയിരക്കണക്കിന് അമ്പുകൾ അഭിമന്യുവിന് നേരെ വർഷിക്കപ്പെട്ടു. ഉടൻ തന്നെ അർജുനപുത്രനെ സംരക്ഷിക്കുവാനായി 10 മഹാവീരന്മാർ അവന്റെ സമക്ഷത്തേക്ക് രഥത്തിൽ പാഞ്ഞെത്തി. വിരാടൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദൃഷ്ടദ്യുമ്നൻ, ഭീമൻ, സത്യകി മുതലായ വീരന്മാർ അഭിമന്യുവിന് സംരക്ഷണമൊരുക്കുവാനെത്തി. ഭീഷ്മരുടെ ആക്രമണത്തിൽ ദൃഷ്ടദ്യുമ്നനും സത്യകിക്കും പരിക്കേറ്റു. തന്റെ കൊടി മുറിഞ്ഞു വീണപ്പോൾ അട്ടഹസിച്ച ഭീമന്റെ കൊടി പിതാമഹൻ മുറിച്ചു. സിംഹത്തെ ആലേഖനം ചെയ്ത ഭീമന്റെ കൊടിയും അങ്ങനെ രണഭൂമിയെ സ്പർശിച്ചു. ഇതിൽ കലിപൂണ്ട ഭീമൻ അനേകം അമ്പുകളയച്ച് ഭീഷ്മരെയും തുടർന്ന് കൃപരെയും കൃതവർമ്മനെയും മുറിവേൽപ്പിച്ചു. ആനപ്പുറത്തിരുന്ന വിരാടപുത്രനായ ഉത്തരൻ ശല്യരെ ആക്രമിച്ചു. ഉത്തരന്റെ ആന ശല്യരുടെ രഥം തകർക്കുകയും കുതിരകളെ കൊല്ലുകയും ചെയ്തു. ഇത് കണ്ട് ക്രോധമടക്കുവാൻ കഴിയാതെ ശല്യർ ഒരു കുന്തമെടുത്ത് ഉത്തരന് നേരെ സർവ്വശക്തിയുമെടുത്ത് എറിഞ്ഞു. ആ കുന്തം ഉത്തരന്റെ പടച്ചട്ട തുളച്ച് അവന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. അവന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഉത്തരന്റെ ജീവനച്ച ശരീരം ആനപ്പുറത്തു നിന്നും താഴെ വീണു. എന്നിട്ടും കലിതീരാത്ത ശല്യർ ഉത്തരന്റെ ആനയെ ആക്രമിച്ച് അതിനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് ശല്യർ കൃതവർമ്മന്റെ തേരിലേക്ക് കയറി. തന്റെ സഹോദരൻ ഉത്തരൻ കൊല്ലപ്പെട്ടത് കണ്ട് അടക്കാനാകാത്ത ക്രോധത്തോടെ വിരാടന്റെ മൂത്തപുത്രനായ ശംഖൻ ശല്യരെ ആക്രമിക്കുവാനായി പാഞ്ഞെത്തി. ശംഖന്റെ അതിഭീകരമായ ആക്രമണത്തിൽ നിന്നും ശല്യരെ രക്ഷിക്കുവാൻ പല വീരന്മാരും അദ്ദേഹത്തിന് ചുറ്റും നിന്നു. ശംഖൻ എന്നാൽ ശല്യരെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിശക്തമായി ശല്യരെ ആക്രമിച്ചു. ഇത് കണ്ട ഭീഷ്മർ പന പോലെ നീണ്ട ഒരു വില്ലെടുത്ത് ശംഖനെ ആക്രമിച്ചു. ഭീഷ്മരിൽ നിന്നും ശംഖനെ രക്ഷിക്കുവാനായി അർജുനൻ എത്തുകയും തുടർന്ന് അർജുനൻ ഭീഷ്മരുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. അർജുനനും ഭീഷ്മരും യുദ്ധം ചെയ്യുന്നത് കണ്ട് ആ 2 വീരന്മാരുടെയും പ്രാഗൽഭ്യം കണ്ട് സകലരും ശ്വാസമടക്കിപ്പിടിച്ചു നിന്നു. ഇതേ സമയം ശല്യർ ഒരു ഗദയെടുത്ത് ശംഖന് നേരെ ഓടിയെടുത്തു. ശല്യർ ശംഖന്റെ കുതിരകളെ വധിച്ചു. ഉടൻ തന്നെ ശംഖൻ ഓടി അർജുനന്റെ രഥത്തിൽ അഭയം പ്രാപിച്ചു. ഭീഷ്മർ അതിശക്തമായി പാണ്ഡവ സൈന്യത്തെ ആക്രമിച്ചു. കനത്ത നാശനഷ്ടമാണ് പിതാമഹൻ പാണ്ഡവ പക്ഷത്തിന് യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ സമ്മാനിച്ചത്. അർജുനനുമായി യുദ്ധം തുടരുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലായ ഭീഷ്മർ അർജുനനെ വിട്ട് ദ്രുപദന് നേരെ തിരിഞ്ഞു. കാട്ടുതീ ചുള്ളിക്കമ്പുകളെ കത്തിച്ചു കളയുന്ന കണക്കെ ഭീഷ്മരുടെ അമ്പുകളേറ്റ് ദ്രുപദന്റെ പടയാളികൾ മരിച്ചു വീണു. ഭീഷ്മർ രണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സൂര്യനെ പോലെ നിന്ന് യുദ്ധം ചെയ്തു. പാണ്ഡവ സൈനികർക്ക് ഭീഷ്മരുടെ മുന്നിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. ഭീഷ്മരെ കണ്ട് പേടിച്ചിരണ്ട മാൻകൂട്ടം കണക്കെ പാണ്ഡവ സൈന്യം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അന്ന് യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ പാണ്ഡവ പക്ഷത്തിന് അനേകം പടയാളികളെ നഷ്ടമായി. ഭീഷ്മർ രണഭൂമിയിൽ യമദേവനെ പോലെ നിന്ന് സകല ദിക്കിലേക്കും അമ്പുകളെയ്ത് പാണ്ഡവ സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കി. സൂര്യൻ അസ്തമിച്ചു. തൽക്കാലം യുദ്ധം അന്നത്തേക്ക് നിർത്തി ഇരുപക്ഷവും അവരവരുടെ പാളയത്തിലേക്ക് മടങ്ങി. പാണ്ഡവ സൈന്യം തല താഴ്ത്തി നടന്നു. അവരുടെ മനസ്സിൽ ഭയാനകമായ ഒരു ചിത്രം മാത്രമാണ് തെളിഞ്ഞു നിന്നത്. പന പോലെ നീണ്ട വില്ല് ഏന്തി നിൽക്കുന്ന ഭീഷ്മർ. എങ്ങനെ അദ്ദേഹത്തെ നേരിടണമെന്നോ എങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കണമെന്നോ അദ്ദേഹം കൗരവപക്ഷത്ത് നിന്ന് പോരാടുമ്പോൾ എങ്ങനെ യുദ്ധം ചെയ്യിക്കുമെന്നോ അറിയാതെ പാണ്ഡവപക്ഷം തങ്ങളുടെ പാളയത്തിലേക്ക് മടങ്ങി. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.